وحده الصلاة والسلام على من لا نبي بعده. ഇമാം തിർമിദി അതുപോലെ ഇമാം അഹ്മദ് എന്നിവർ ഉദ്ധരിക്കുന്ന റിവായത്തിൽ ഒരിക്കൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അവിടുന്ന് പറയുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിക്കുകയുണ്ടായി അല്ലാഹുവിൻ്റെ റസൂലെ, അല്ലിംനി ഷൈഅൻ അസ്അലുഹുല്ലാഹു തആല അസ്അലുഹുല്ലാഹ തആല, അള്ളാഹുവിനോട് ചോദിക്കാൻ എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സലുല്ലാഹ അൽ ആഫിയ, അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കാതെ പറഞ്ഞു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും പോയി അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂൽ അല്ലാഹ് അല്ലിംനി ഷൈഅൻ അസ്അലുഹുല്ലാഹ തആല, അള്ളാഹുവിനോട് ചോദിക്കാൻ എനിക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു തരണം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ബാസ് യാ അമ്മ റസൂലില്ലാഹ്, അബ്ബാസെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായിട്ടുള്ള എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സലുല്ലാഹ അൽ ആഫിയ ഫിദ്ദുനിയ വൽ ആഖിറ, അള്ളാഹുവിനോട് ദുനിയാവിലും പരലോകത്തിലും നീ ആഫിയത്തിനെ ചോദിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുക. ആഫിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഹദീസിൽ കാണാം, യഖീനിന് ശേഷം ഒരടിമക്ക് നൽകപ്പെടുന്നതിൽ ഏറ്റവും ഖൈറായിട്ടുള്ള കാര്യമാണ് ആഫിയത്ത് എന്നുള്ളത്. അത് എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ശരീരത്തിന് രോഗത്തിൽ നിന്നുള്ള ആഫിയത്ത്, ദീനിന് ഫിത്നകളിൽ നിന്നുള്ള ആഫിയത്ത്, ദുനിയാവിന് ആളുകളുടെ ഷർറിൽ നിന്നുള്ള ആഫിയത്ത്, പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷകളിൽ നിന്നുള്ള ആഫിയത്ത് അഥവാ സലാമത്ത്, ഒരു സുരക്ഷിതമാവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സമ്പത്തിലും എല്ലാത്തിലും ഉണ്ട്. അത് അള്ളാഹുവിനോട് ധാരാളമായി ചോദിക്കേണ്ട, തേടേണ്ട ഒരു കാര്യമാണ്. ഒരു ഹദീസിൽ കാണാം, സലുല്ലാഹൽ അഫ്വ വൽ ആഫിയ, നിങ്ങൾ അള്ളാഹുവിനോട് അഫുവും ആഫിയത്തും ചോദിക്കുക എന്ന് പ്രത്യേകം വന്നത് കാണാം. അപ്പൊ ആഫിയത്ത് എന്നുള്ളത് അത് നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ വളരെയധികം വർദ്ധിപ്പിക്കേണ്ട, പ്രത്യേകം ചോദിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആഫിയത്തിനെ ചോദിക്കുക എന്നുള്ളത്. പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.